നാളെ കഴിഞ്ഞിട്ട് നമുക്ക് കാണണേ. ഏ നമുക്ക് നോക്കി നമ്മൾ കാണണേ. ഞാൻ നോക്കുമ്പോൾ എന്നെപ്പോലെ നോക്കണേ, എൻ്റെ അടുത്തേക്ക് നോക്കണേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ അനോമലി സ്കാനും ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റും ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 7:40. സോ വി ആർ ഗോയിങ്. അപ്പം നമുക്ക് പോയിട്ട് വരാം. കോ ഡ്രൈവർ സീറ്റിലിരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ എപ്പോഴും പോകാറുള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്നാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനോമലി സ്കാനിങ്ങും ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റും നടത്താൻ വേണ്ടി പോണത്. രണ്ടും കൂടി ഒരു ദിവസം ആയതുകൊണ്ട് എങ്ങനെയാവും എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വളരെ നെഗറ്റീവ് റിപ്പോർട്ടുള്ള ഒരു ടെസ്റ്റും കൂടിയാണ് ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. What do you feel now? എന്താ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ കയ്യും തലയൊക്കെ മര്യാദയ്ക്ക് കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു അല്ലേ? നമ്മളെന്താ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കുറേ വട്ടം ആൾക്കാർ സ്കാനിങ്ങിന് പോകുത്രേ, ഒരു ദിവസം കൊണ്ട് നടക്കില്ല എന്നാ. മര്യാദയ്ക്കൊക്കെ കാണിച്ച് കൊടുത്തന്നെ. അതെ, മര്യാദയ്ക്ക് കയ്യും കാലമൊക്കെ കാണിച്ചു കൊടുക്കണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നത് നമുക്ക് വഴിയെ കാണാം കേട്ടോ. സോ ബേസിക്കലി അനോമലി സ്കാൻ എന്ന് പറയുന്നത് ബേബീൻ്റെ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്കാനിങ് ആണ്. തല മുതൽ കാലിൻ്റെ വിരൽ വരെ എല്ലാതും ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കും. നമുക്കിപ്പം 18 to 20 വീക്സിലാണ് മാക്സിമം അനോമലി സ്കാനുകൾ നടത്താൻ വേണ്ടി ശ്രമിക്കാറ്. ആ ഒരു വീക്കിനുള്ള ഗ്രോത്ത് ബേബിക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. എല്ലാവരും ടെൻഷൻ അടിച്ചിട്ടാണ് പോവുക. ഞാനൊന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു സ്കാനിങ്ങിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ സിറ്റിംഗ് ഒക്കെ ഇരിക്കേണ്ടി വരുന്ന ഡോക്ടർ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മൾ പോണത്. ഇനി ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റേണിറ്റി ടൈമിൽ ഗ്ലൂക്കോസ് ടോളറൻസ് ലെവൽ എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഷുഗർ വരാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. ടോട്ടൽ 3 മണിക്കൂറാണ് കേട്ടോ ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കുക. നമ്മൾ ഫാസ്റ്റിങ്ങിലെ യൂറിൻ ആൻഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം ഗ്ലൂക്കോസ് ഒരു 75 ml വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അത് കുടിച്ചതിന് ശേഷം 1 hour കഴിഞ്ഞിട്ട് വീണ്ടും യൂറിൻ ബ്ലഡ് എടുക്കും. അത് കഴിഞ്ഞിട്ട് 1 hour കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലഡും യൂറിനും എടുക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഹൈപ്പ് കൊടുത്തിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇത്. അതായത് ഛർദ്ദിക്കുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കുന്ന പോലെയാണ് ഞാനത് കുടിച്ച് തീർത്തത്. ഇഞ്ചക്ഷൻ 3 വട്ടം എടുക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഗ്ലൂക്കോസ് നമ്മുടെ വയറിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ക്ഷീണവും തലകറക്കമൊക്കെ തോന്നും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതിന് ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്നറിയോ? തലകറക്കം വരണമെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ആളൊന്ന് കുറച്ച് കൂടെ ഇരുന്ന് സമാധാനിപ്പിച്ചു. അതിനുശേഷം ഒന്ന് സ്റ്റേബിൾ ആയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു പോയിട്ട് അതിനുശേഷം ചെറിയൊരു ബ്രിസ്ക് വാക്ക് എടുത്തു. അതായത് നമ്മളെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. പാട്ട് കേട്ടു ഞാൻ കുറച്ച് നേരം. അപ്പോൾ അങ്ങനെ പുറത്തൊക്കെ നടന്ന് ഒന്ന് സമാധാനമായപ്പോൾ ഞാൻ വീണ്ടും വന്നിരുന്നു. കാരണം ഇത്രയും നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളോട് രാത്രി 10 മണി വരെയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുക. ഞാൻ രാത്രി 10 മണിക്ക് കഴിച്ചത് മാംഗോ ഷേക്ക് ആയിരുന്നു. അത് തെറ്റായി പോയി എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ നിങ്ങൾ തലേദിവസം കഴിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. കൂടെ തന്നെ രാവിലെ എണീറ്റിട്ട് നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ടും പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. വിചാരിച്ചത്ര പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഗ്ലൂക്കോസ് സിസ്റ്റം അനോമലി സ്കാനിങ് കൂടി ഒരു ദിവസം നടത്തുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൂക്കോസ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ബേബി അന്ന് കറക്റ്റായിട്ട് ആക്റ്റീവായിരിക്കും. നമുക്ക് ആളുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. എൻ്റെ ബേബി ഹൈഫൈ ഒക്കെ തന്നു, വെള്ളം കുടിക്കുന്നത് കാണിച്ചു തന്നു, യോൺ ചെയ്യുന്നത് കാണിച്ചു തന്നു. നല്ല അടിപൊളിയുള്ള ഫീലിംഗ് ആയിരുന്നു. പിന്നെ അനോമലി സ്കാൻ നടക്കുന്ന സമയത്ത് ബേബി ഇങ്ങനെ മുഖമൊക്കെ പൊത്തിക്കിടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ആൾ ആക്റ്റീവായിട്ടിരുന്നുകൊണ്ട് കറക്റ്റായിട്ട് ആൾ കിടന്നു കൊടുത്തു എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ചോക്ലേറ്റ് ഒക്കെ കഴിക്കേണ്ട ആവശ്യം വരാറുണ്ടല്ലോ. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പിന്നെ കംപ്ലീറ്റ് മെഷർമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ടെൻഷനാണ്. കാരണം അവരെല്ലാ മെഷർമെൻറ്റ്സും സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഡോക്ടേഴ്സ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡും കൂടി ഉള്ളിൽ കയറിയിട്ട് ബേബീൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഹാപ്പിയായി. ഡോക്ടേഴ്സ് ഒരു കുഴപ്പമില്ലാന്ന് പറയുകയും കൂടെ ചെയ്തു കേട്ടോ. തലയും കൈയും മുഖമൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ പെട്ടെന്ന് പടപടയെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ചിലവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. കുറേ പ്രാവശ്യം വരെ പോകാൻ ഞാൻ കഴിക്കാനായിട്ട് ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കഴിക്കേണ്ട ആവശ്യം വന്നില്ല. വേറെന്താ പറയുക, ബേബി ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു. സ്കാനിങ്ങും ഈ ടെസ്റ്റും കൂടെ ഒരു ദിവസം നടക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ടയേർഡ് ആവുന്നത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ ബെസ്റ്റ് മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് മണിക്കൂറുകളായിരിക്കും കേട്ടോ ആ ഹോസ്പിറ്റലിൽ കടന്നു പോവുക.
ഓരോ സ്കാനും ഓരോ ടെസ്റ്റും നമ്മുടെ ബേബീൻ്റെ അടുത്തേക്ക് അത്രത്തോളം അടുപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു എനിക്ക്. ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനും കൂടെ കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസിൻ്റെ ഫാസ്റ്റിങ്ങിലുള്ള ലെവൽ കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഡയറ്റും കൂടി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടാണ് എന്നെ വീട്ടിലോട്ട് വിട്ടത്. അങ്ങനെ ഞങ്ങളുടെ പ്രഗ്നൻസിയിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ് ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കടന്നുപോയത് കേട്ടോ. സോ പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരെ സോഷ്യൽ മീഡിയ കണ്ടിട്ട് ടെൻഷൻ അടിച്ചിട്ട് പോവേണ്ടുന്ന ഒരു സ്കാനല്ല ഗ്ലൂക്കോസും അനോമലി സ്കാനും. എന്ത് തന്നെയായാലും നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോകാന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഓരോ സ്കാനിങ്ങിലും ടെസ്റ്റുകളിലും ഒക്കെ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റുകളാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യാൻ വേണ്ടി പോണത്. അതുകൊണ്ട് തന്നെ ഈ 2 ടെസ്റ്റും ഒരു ദിവസം നടന്നതുകൊണ്ട് എനിക്ക് ഡബിൾ ഹാപ്പി ആയിരുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ പറയൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ 2 ടെസ്റ്റും ഒരു ദിവസം നടത്താൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് കേട്ടോ എൻ്റെ ഒരു കുഞ്ഞു സജഷൻ. അങ്ങനെ ഹാപ്പിയായി വീട്ടിൽ വന്നിട്ട് ബേബീൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരോടും അറിയിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. കണ്ടോ എൻ്റെ കുഞ്ഞു ബേബീൻ്റെ ഹൈഫൈ. അപ്പോൾ അനോമലി സ്കാനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഇതൊരു ഹാപ്പി വീഡിയോ ആയിട്ട് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.